ഹലോ ഗായ്സ്, ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പീച്ചിങ്ങ തോരനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിനി തോരൻ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. വളരെയധികം ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് പീച്ചിങ്ങയാണ്. ഇത്രയധികം പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കാസർഗോഡ് ഇതിനെ ദാർപ്പിര എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ പീച്ചിങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത്രയും പീച്ചിങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള നേരത്തെ അരിഞ്ഞെടുത്തതും, അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി നേരത്തെ അരിഞ്ഞെടുത്തതും, 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ 3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കടായിലാണ് ഇന്ന് നമ്മൾ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കടായി നമുക്ക് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് കടായി നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിക്കാം. ഞാൻ ഇത്രയും ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ കടുകാണ്. ഞാൻ 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും അതേപോലെ വെളുത്തുള്ളി ചതച്ചെടുത്തതുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള കട്ടാക്കി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഇട്ട ശേഷം തവി വെച്ചിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ സവാളൊക്കെ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പീച്ചിങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ചായി നമുക്ക് പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും കട്ടാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും ഇട്ട ശേഷം നമുക്ക് ഒരു തവി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പിട്ട ശേഷം നമുക്ക് വീണ്ടും തവി വെച്ചിട്ട് നന്നായി ഇതേപോലെ മിക്സ് ചെയ്യാം. ശേഷം ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഇട്ട ശേഷം നമുക്ക് തവി വെച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ പീച്ചിങ്ങൊക്കെ ഒന്ന് വെന്ത് വരേണ്ടതുണ്ട്. അതിനായി നമുക്ക് മൂടി കൊണ്ട് അടച്ചു വെക്കാം. കുറച്ച് സമയം നമുക്ക് ഇതുപോലെ അടച്ചു വെക്കാം. നമ്മുടെ പീച്ചിങ്ങൊക്കെ നല്ലോണം വെന്ത് വരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങൊക്കെ നന്നായി വെന്ത് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഈ പീച്ചിങ്ങ തോരൻ. നിങ്ങൾ ഉറപ്പായും അടുത്ത തവണ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല കിടിലം ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.